ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത് ഈ ചീഫ് സെക്രട്ടറിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. എ ജയതിലക് IAS എന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. ഇന്ത്യൻ സിവിൽ സർവീസിലെ വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും പരാതികളുമൊക്കെ ഇതിനു മുൻപും വന്നിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ നിയമപരമായി നീങ്ങുന്നവരെ, അത് മറ്റ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായാൽ പോലും അവരെയൊക്കെ പ്രതികാര നടപടിയുടെ ഭാഗമായി അവരെയൊക്കെ ശിക്ഷിക്കുക, പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിണറായി വിജയൻ സർക്കാരുകളിൽ എ ജയതിലക് ചെയ്തു കൂട്ടിയത് എന്നാണ് ആരോപണം ഉയരുന്നത്. എൻ പ്രശാന്ത് IAS, ഡോക്ടർ B അശോക് IAS ഒക്കെ തന്നെ എ ജയതിലകിന്റെ കോപത്തിന് പാത്രമായവരാണ്. അവരെ പിന്നീട് ഇപ്പോൾ VD സതീശൻ സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. എ ജയതിലകിനെതിരെ വളരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, സ്വജനപക്ഷപാതം, അഴിമതി, അതുപോലെ ക്രമം വിട്ട് നിയമം വിട്ട് പല കാര്യങ്ങളും ചെയ്തതായുള്ള പരാതികൾ നിരവധിയുണ്ട്. പക്ഷേ അതേക്കുറിച്ച് പരാതി കൊടുത്തപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ടുവന്നു. പക്ഷേ ആ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പോലും പൂഴ്ത്തി, ആ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. താമസിയാതെ അദ്ദേഹം വിരമിക്കും. എന്നാൽ പോലും ഇപ്പോഴും സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണങ്ങൾ തുടരണം എന്നാണ് നിരവധി പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ നിരവധി IAS ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ വഴിവിട്ട് രക്ഷിക്കാൻ വിജിലൻസ് വൻ ഒത്തുകൾ നടത്തി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അനിൽ ബോസ് എന്ന പൊതുപ്രവർത്തകൻ സമർപ്പിച്ച കൃത്യമായ ആധാരങ്ങളും റവന്യൂ രേഖകളും അടക്കമുള്ള തെളിവുകൾ നിലനിൽക്കെയാണ് ഉന്നത സ്വാധീനത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥർ എ ജയതിലകിന് എതിരായ കേസ് അട്ടിമറിച്ചു എന്ന വിവരം പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം നവംബർ 6-നാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ അഴിമതി, സ്വജനപക്ഷപാതം, അധികാര ദുർവിനിയോഗം എന്നിവ ഉന്നയിച്ച് വിജിലൻസിൽ നേരിട്ട് പരാതി നൽകിയത്. ജയതിലകിന്റെ വർഷങ്ങളായുള്ള സ്വത്ത് വിവരങ്ങൾ, ഭൂമി രജിസ്ട്രേഷൻ രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുടെ പകർപ്പുകളും പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. ഇദ്ദേഹം അനധികൃതമായി അനവധി സ്വത്തുവകകൾ സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു പരാതി. 6 മാസത്തോളം വിജിലൻസ് ഈ ഫയലിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പരാതിക്കാരൻ പലതവണ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടും വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെയൊരു പരാതി തന്നെ ഔദ്യോഗിക രേഖകളിൽ ഇല്ലാത്ത വിധം മാറ്റിയതായി മനസ്സിലായത്. പരാതിക്കാരനെ അറിയിക്കാതെ രഹസ്യമായി ഫയൽ ക്ലോസ് ചെയ്യുന്ന രീതിയുണ്ടെന്നറിഞ്ഞതോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചു. ഇക്കഴിഞ്ഞ ജൂൺ 3-ന് പരാതിക്കാരൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് നാടകീയമായ കാര്യങ്ങൾ പുറത്തുവരുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ മുൻപാകെ വിജിലൻസ് അന്വേഷണ രേഖകൾ ഹാജരാക്കേണ്ടി വന്നപ്പോഴാണ് പരാതിക്കാരനെ കേൾക്കുകയോ മൊഴി രേഖപ്പെടുത്തുകയോ പോലും ചെയ്യാതെ വിജിലൻസ് രഹസ്യമായ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് അറിയുന്നത്. പരാതിക്കാരൻ തെളിവുകൾ ഹാജരാക്കിയില്ല എന്ന വിചിത്രമായ കാരണം രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. CBI കൊച്ചി യൂണിറ്റ് അന്വേഷിച്ച് FIR ഇടാൻ ശുപാർശ ചെയ്ത സ്പൈസസ് ബോർഡ് കേസിലും തെളിവുകൾ ഇല്ല എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയത്. അതായത് ഡോക്ടർ എ ജയതിലകിനെതിരെ എന്ത് അന്വേഷണം വന്നാലും അത് ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇടപെട്ട് പിണറായി വിജയൻ സർക്കാരിലെ ഉന്നതരായ ആളുകളും, എന്തിന് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് എ ജയതിലകിനെ രക്ഷിച്ചെടുക്കുന്ന, അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുന്ന, ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതിരിക്കുന്ന, അന്വേഷണം ആരുമറിയാതെ ഫയൽ ക്ലോസ് ചെയ്ത് ഒതുക്കി വെക്കുന്ന നടപടിയാണ് എ ജയതിലകിന് അനുകൂലമായി ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, അന്വേഷണ ഏജൻസികൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ഈ അനിൽ ബോസ് എന്ന പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയത്. ഈ ഫയൽ റീഓപ്പൺ ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എല്ലാ മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പും സ്വജനപക്ഷപാതവും അഹങ്കാരവും മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രതികാര നടപടികളുമായി ഒരു കറപ്റ്റഡ് ഓഫീസർ, കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥനായി മാത്രം
ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ സർക്കാർ സംവിധാനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എ ജയതിലക് എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ റിപ്പോർട്ടുകളും അന്വേഷണ റിപ്പോർട്ടുകളും ഇദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ടുകളുമൊക്കെ പൂഴ്ത്തിവെച്ചതായുള്ള ഈ ആരോപണം ഉയരുന്നത്. കോടതി ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഈ പരാതിക്കാരനും കേരളത്തിലെ ജനങ്ങളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഉചിതമായ നടപടി കൈക്കൊള്ളണം എന്ന ആവശ്യവും ശക്തമാവുകയാണ്.